അവസാനത്തെ കാലത്ത് സുരക്ഷയിൽ പങ്കുകൊണ്ടു, കുറച്ച് വികാരം കൊണ്ടു മടങ്ങി. അല്ല, this is a great challenge to focus. ഒരു വലിയ വെല്ലുവിളിയാണ്. ഇതാണ് ജീവിതം. പെർഫെക്ഷൻ അല്ല, പെർഫെക്ഷൻ ആണെന്ന് ഞാൻ പറയുന്നില്ല. നോ, പെർഫെക്ഷൻ കർത്താവിനുണ്ട്. ദിസ് ഈസ് പോസിബിൾ. അതാണ്, ഇത് നടക്കും, നമുക്ക് സാധിക്കും. ഒറീസയെ ഓർത്ത് പ്രാർത്ഥിക്കും. ഇത്രയും സഹോദരങ്ങൾ കൂടെ നോക്കുന്നു. അവരിന്നലെ പറഞ്ഞത് ഇനി ആര് രക്ഷപ്പ് തരും, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാനും അതേ പറയുന്നുള്ളൂ. ആരും ദുഃഖിക്കണ്ട, സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കണ്ട, ദുഃഖിക്കണ്ട, പ്രാർത്ഥിക്കണം. സാറിന്റെ പേര് വന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു. സാറാണ് ഇതിനകത്ത് കൂടുതൽ സന്തോഷിക്കുന്നത്. കാരണം എനിക്കറിയാം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞ് ധാരാളം പ്രവർത്തിക്കാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ വളരെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനം ലഭിച്ചതാണ്. ഞാൻ നല്ലൊരു ഓർക്കുന്നു. പൂർണ്ണസമയം വേല ചെയ്ത് ദൈവനാമോഹത്തിനായിട്ട് അധ്വാനിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. സാഹചര്യം സാധിച്ചില്ല. കർത്താവ് പറഞ്ഞതാണ്, വേണ്ട, നീ അല്ല, നിന്റെ മകനാണ് ചെയ്യേണ്ടത്. ദാവീദിനോട് പറഞ്ഞത് ദൈവനാമത്തോടെ ഒറീസയെ ഓർത്തോളം പ്രാർത്ഥിക്കാം. ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരെയും ഓർത്തോളം പ്രാർത്ഥിക്കാം. എബ്രാഹിം സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മൈലപ്പുറം സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. മൈലപ്പുറം സഭയ്ക്കും നഷ്ടമാണ്. സണ്ണി മൈലപ്പുറം സഭയുടെ കമ്മിറ്റഡ് വർക്കറാണ് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട സഭ അതിൽ യോജിക്കോ തർക്കവും പറയുകയോ ചെയ്യല എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ ഒരു മാതൃസഭ പോലെയാണ് മൈലപ്പുറം. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ശുശ്രൂഷ മറ്റൊരിടത്ത് വെച്ചല്ല, ഇവിടെ തന്നെ നടക്കണമെന്ന് ദൈവം നിശ്ചയിച്ചത്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കും. കുമ്പനാട് സഭയിലെ മുഖന്മാരായ സി ജോസാറ് സാറ് പറയുന്ന വരുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 10 പ്രാവശ്യമെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടയാളാണ് നമ്മുടെ മുമ്പിൽ ഇന്ന്. മസ്കറ്റിൽ വെച്ചൊരു തീപിടുത്തമുണ്ട്. തീപിടുത്തത്തിൽ അദ്ദേഹത്തിന്റെ ശരീരമെല്ലാം പൊള്ളി. മരണത്തെ മുമ്പിൽ കണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. വൈദ്യന്മാർ പറയുന്നത് പിന്നീടുള്ള ക്യാൻസറിന്റെ കാരണങ്ങളൊന്ന് അന്ന് തീപിടുത്തത്തിലുണ്ടായ ശരീരത്തിന് സംഭവിച്ച കേടുകൾ മുഖാന്തരം ആണെന്നാണ്. വളരെ ചെറുപ്പത്തിലെ മഞ്ഞപ്പിത്തം, പിന്നീട് 2 പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ തുടങ്ങി. ഇവിടെ നിന്നെല്ലാം കർത്താവ് രക്ഷിച്ച് അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു വിശ്വസ്ത സാക്ഷിയാണ്. ചില വാക്കുകളിൽ പരിമിതിയുണ്ട്. പ്രിയ സേതോസാറിനെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സുവിശേഷ രംഗത്ത് കർത്താവിന്റെ പ്രദേശത്ത് വളരെ വിശ്വസ്തയോടുകൂടി അധ്വാനിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയ സന്യയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നു. നാം ഇവിടെ കേട്ടതുപോലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെ കാഠിന്യമേറിയ ഒരു പ്രദേശമാണ് ഒറീസ. ആ ഒറീസയിലുള്ള ജയ്പൂരിൽ താമസിച്ചുകൊണ്ട് സുവിശേഷ വേല ചെയ്യുകയും അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുകയും സ്ഥലം സഭകൾ രൂപീകരിക്കപ്പെടുകയും ചെയ്യുവാൻ തക്കവണ്ണം ആത്മാർത്ഥതയോടുകൂടി വളരെ പ്രതികൂലങ്ങളൊക്കെ സഹിച്ച്
പ്രവർത്തിച്ച പ്രിയ സന്നിയോർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സന്നിക്ക് രോഗം ആയി എന്ന് അറിഞ്ഞപ്പോൾ മുതൽ കുമ്മനാട് സഭയും വിശ്വാസികളും തന്റെ സൗഖ്യത്തിനു വേണ്ടി വളരെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കർത്താവിന് സൗഖ്യം കൊടുക്കുവാനല്ല ഹിതമായത് തന്റെ പ്രയത്നത്തിൽ നിന്ന് വിശ്രമം കൊടുത്ത് തന്റെ സന്നിധിയിലേക്ക് ചേർക്കുവാനാണ് പരിവനായ ദൈവത്തിന് പ്രസാദം തോന്നിയത്. അതോടെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. തന്റെ പ്രവർത്തന സ്ഥലമായ ജയ്പൂരിൽ എനിക്ക് പോകുവാനും ആ സ്ഥലത്ത് തന്റെ പ്രവർത്തനങ്ങൾ കാണുവാനും സഹകരിക്കുവാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അവിടെയുള്ള വിശ്വാസികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സണ്ണി കുമ്മനാട് സഭാംഗം മണ്ഡലത്തിൽ പ്രിയ റേച്ചലിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അതിനാൽ ഞങ്ങളുടെ കുമ്മനാട് സഭയ്ക്ക് പ്രിയ സണ്ണിയുടെ വേർപാട് ഒരു നഷ്ടമായി തന്നെ ഇരിക്കുന്നുണ്ട്. കുമ്മനാട് സഭയുടെ അനുശോചനം അറിയിക്കുന്നതോടൊപ്പം ദുഃഖിതരായിരിക്കുന്ന ഭവനാംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും പരിവനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആയിരത്തി 1981 കർത്താവിന്റെ വിളി സഞ്ചാരമുണ്ടായത്. 82 ഒറീസയിലേക്ക് അദ്ദേഹം കർത്തവ്യയിലേക്ക് ഒറീസയിൽ ചെന്നെത്തിയത് ചിത്രകളിലാണ്. ഞാൻ നിങ്ങളെ ചിത്രകൾ കർത്തവ്യ ചെയ്യുന്നതും ഒറീസയിൽ നിന്ന് മുൻപോട്ട് വന്നിട്ടുള്ള കർത്തദാസന്മാരിൽ ഏറ്റവും മുമ്പിൽ ആദ്യം വന്ന ആളുമായ എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ സഹപാഠിയായ ബഹുമാനപ്പെട്ട അജയ് കുമാർ ക്ഷത്രിയ സഹോദരനെ ക്ഷണിക്കുന്നു. നാം മലയാളത്തിൽ പറഞ്ഞാലും അദ്ദേഹത്തിന് മനസ്സിലാവും. മാത്രമല്ല മലയാളത്തിൽ പറയാനും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യ ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ചിറ്റാറിലെ സഭാംഗങ്ങളിൽ ഒരാളാണ്. Now I very gladly invite my friend and one of the pioneer workers of Orissa to come forward and share what the Lord has in his heart. Read a portion from the Bible, John's Gospel, chapter 12, verse 24. ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12:24 വാക്യം. Verily, verily, I say unto you, except a corn of wheat fall in the ground and die, it abideth alone. But if it die, it bringeth forth much fruit. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. It is last month I met Sunday in വെല്ലൂരിൽ കഴിഞ്ഞ മാസമാണ് ഞാൻ സമീപം. And I never thought that he will go to the Lord so quickly. വളരെ ഇത്ര വളരെ വേഗത്തിൽ അദ്ദേഹം കർത്തസന്നിധിയിലേക്ക് പോകും എന്ന് ഞാൻ അന്ന് പ്രതീക്ഷിച്ചില്ല. In 1989, when he had cancer for the first time, 89 ക്യാൻസർ ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടാകുമ്പോൾ doctors said within 2-3 days he is going to pass away. 3 ദിവസത്തിനുള്ള അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി. And God answered the Son's prayer. ദൈവം പ്രിയ സന്നിയുടെ പ്രാർത്ഥനയെ ആദരിച്ചു. He made a commitment. താൻ സമർപ്പണത്തിലേക്ക് വന്നു. God, if you give me life, I will go back to Orissa and serve. കർത്താവേ, എനിക്ക് ജീവിതം തിരികെ തരുന്നെങ്കിൽ ഞാൻ ഒറീസയിലേക്ക് മടങ്ങി പോകാം. And God extended his life for 25 years. 25 ദീർഘവർഷങ്ങളാണ് പ്രിയ സന്നിക്ക് ദൈവം നേടിക്കൊടുത്തത്. Our God is a living God. He is a prayer answering God. നമ്മുടെ ദൈവം ജീവനുള്ളവരും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവരുമാണ്. It is the prayer of his father, Uncle T.M. Daniel, that God must send some workers to Orissa. പ്രിയ ദാനിയേൽ സാറിന്റെ ദാനിയേൽ സാറിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഒറീസയിലേക്ക് ആളുകളെ അയക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. When Uncle was praying, that
Sunny got a call to come to Orissa and serve the Lord. അങ്കിൾ പ്രാർത്ഥിക്കുമ്പോൾ ഒറീസയിൽ വരാനുള്ള ആ വിളി സണ്ണിക്ക് ലഭിച്ചു. And Sunny wrote a letter to me that God has called me and come to Orissa. എന്നെ ഒറീസയിൽ വരാനായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം അന്ന് എനിക്ക് എഴുതി. Mr. T.V. Jacob and myself, we were on our knees praying for more workers to send to Orissa. ഇന്ന് കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന T.V. ജേക്കബ് സഹോദരൻ മൊത്ത് മുട്ടിന്മേൽ നിന്ന് ഒറീസയിലേക്ക് കർത്തൃദാസന്മാരെ അയക്കണം എന്ന് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിച്ച ദിവസങ്ങളായിരുന്നു. When we were on our knees, the postman gave the letter. ഞങ്ങൾ മുട്ടിന്മേൽ നിന്നപ്പോൾ പോസ്റ്റ്മാൻ ഒരു എഴുത്തുമായിട്ട് ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നു. And brother came to survey Orissa. അദ്ദേഹം ഒറീസ സർവേ ചെയ്യുവാനായിട്ട് കാണുവാനായിട്ട് വന്നു. And finally he brought Sister Kuninam and 8 months old Nissi to Titlagar. അങ്ങനെ ആ സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം കുഞ്ഞുഞ്ഞമ്മ സഹോദരിയും 8 മാസം പ്രായമുള്ള കുഞ്ഞുമായിട്ട് അവർ ടിറ്റ്ലഗറിലേക്ക്. It was August 1982. അത് ഓഗസ്റ്റ് 1982 We had a very small house. ഞങ്ങൾക്കന്ന് വളരെ ഒരു ചെറിയ വീടാണ്. Your house had soon be better than that house. നിങ്ങളൊക്കെ വീടുകൾ ആ വീടുകളെക്കാൾ വളരെ നന്നായി. 10 by 12 feet, one room. 10-12 മാത്രം വീതി നീളമുള്ള. The front room was 7 by 12. അതിന്റെ മുൻവശം 7-12 മാത്രം വിസ്തീർണമുണ്ട്. We had only one table fan. ഞങ്ങൾക്ക് അന്ന് ഒരു ടേബിൾ ഫാൻ മാത്രം. We had only one bed. ഒരു കിടക്ക മാത്രം, ഒരു കട്ടില് മാത്രം. When Brother Sunny came, he slept on the floor. സണ്ണി വന്നപ്പോൾ He slept on his floor. അദ്ദേഹം തലയിൽ. And next time, when he brought his family also, they had to sleep on the floor. കുടുംബവുമായിട്ട് വന്നപ്പോഴും അവരും നിലത്ത് കിടക്കേണ്ടതായിരുന്നു. Those difficult days are memories now. ആ പ്രയാസത്തിന്റെ ദിവസങ്ങൾ ഇന്ന് ഓർമ്മയിൽ അവശേഷിക്കുന്നു. I have 2 pictures of those days. ആ ദിവസങ്ങളെക്കുറിച്ച് ആ ദിവസത്തിന്റെ 2 പടങ്ങൾ 2 ഫോട്ടോകൾ ഇപ്പോൾ ഞാൻ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. Sunny and family eating on the floor. സണ്ണിയും കുടുംബവും നിലത്ത് കിടക്കുന്ന. It was not. Yeah. Then Sunny and Sister Kuninama singing and Oriya hymn. സണ്ണിയും സഹോദരി കുഞ്ഞുഞ്ഞമ്മയും ഒരു കൊറിയ ഗാനം ഒരുമിച്ച് പാടുന്നു. അതാണ് രണ്ടാമത്തെ. People go around the world to earn stones. കല്ലുകളുടെ സമ്പാദനത്തിനായിട്ട് ലോകമെമ്പാടും ആളുകൾ യാത്ര ചെയ്യുന്നു. There is a family who came to Orissa to earn souls. ഇവിടെ ഒറീസയിൽ ആത്മാക്കളെ നേടുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച് വന്നെത്തിയ ഒരു കുടുംബം. It is well known that Orissa is a difficult place for gospel. സുവിശേഷത്തിന് വളരെ പ്രയാസമേറിയ മേഖലയാണ് ഒറീസ എന്നറിയാമല്ലോ. Here is a man of God who proved that that is not true. എന്നാൽ അത് ശരിയല്ല എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച മഹാനായ മനുഷ്യൻ ഇവിടെ കിടക്കുന്നു. Brother Sunny and Sister Kuninama, they have given their life to earn souls from Orissa. സണ്ണിയും കുഞ്ഞുഞ്ഞമ്മയും ഒറീസയിൽ നിന്ന് ആത്മാക്കളെ നേടുവാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു. Now that my brother has gone to be with the Lord, ഇന്ന് എന്റെ സഹോദരൻ നമ്മെ വിട്ട് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. the general knows whom to send to the war front. The general knows. ജനറലിന് പട്ടാളത്തിന്റെ മേധാവിക്ക് ആരെ മുൻനിരയിൽ അയക്കണം എന്ന് വ്യക്തമായിട്ട് അറിയാം. Now that one soldier is gone, ഇവിടെ ഇതാ ആ മുൻനിര പടയാളികളിൽ ഒന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. who is the next person? ആരായിരിക്കും അടുത്തയാൾ? Are you coming to Orissa? നിങ്ങൾ ഒറീസയിലേക്ക് വരുമോ? Is there any brother here? Is there any sister here who is coming to take the legacy that our brother has left? നമ്മുടെ പ്രിയ സഹോദരൻ നമ്മുടെ മുമ്പിൽ വെച്ച പാരമ്പര്യത്തെ നിലനിർത്തുവാൻ, ആ ചരിത്രത്തെ ഉൾക്കൊള്ളുവാൻ ആര് ഒറീസയിലേക്ക് വരും? Sunny learned Oriya. സണ്ണി, പ്രിയ സണ്ണി ഒറിയ ഭാഷ നന്നായിട്ട്. Sister Kuninama also learned Oriya. പ്രിയ സഹോദരി കുഞ്ഞുമോൾക്ക് ഒറിയ നന്നായിട്ട് അറിയാം. They have composed hymns in Oriya. അവര് ഒറിയ ഭാഷയിൽ പാട്ടുകൾ രചിച്ചു. Brother Sunny has written 2 books. 2 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. It is translated into Oriya. അത് ഒറിയ ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്. God has used him throughout Orissa. ഒറീസ മുഴുവൻ എല്ലായിടത്തും ഈ കർത്തൃദാസനെ ഉപയോഗിച്ചു. All the brother
brothers and sisters who have come from Orissa is a proof. ഇന്ന് രാവിലെ നമ്മുടെ മധ്യത്തിൽ എഴുന്നേറ്റുന്ന ഒറീസയിലെ പ്രിയ സഹോദരന്മാർ അതിന്റെ സാക്ഷ്യ പത്രങ്ങളാണ്. Will you continue to pray for Orissa? നിങ്ങൾ ഒറീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. We are grateful to the families from Pathanamthitta Assembly and from Kumanada Assembly, from the Mylapura Assembly. They have prayed and they have given their son to give his life in Orissa. പത്തനംതിട്ട സഭ, മൈലപ്ര സഭ, കുമ്പനാട് സഭ അവരുടെ മകനെ കുടുംബത്തെ കർത്തൃവേലയ്ക്ക് വേണ്ടി ഒറീസയിലേക്ക് പറഞ്ഞു. We pray that the Lord will raise somebody to fill up the gap. ഈ ഇടിവിൽ നിൽക്കുവാൻ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും എന്നുള്ള വലിയ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. We look forward to the day when Sunny will be in glorified body, we will see him. മഹത്വധാരിയായ മഹത്വ ധരിച്ച ശരീരത്തോടുകൂടെ പ്രിയ സണ്ണി കർത്തൃസന്നിധിയിൽ നിൽക്കുന്നത് നാം ഒരു ദിവസം കാണും. May we be found faithful to the Lord. നാം കർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നവരായി തന്നെ വരാൻ കർത്തനാമം വാഴ്ത്തപ്പെടുന്നു. 82 പ്രിയ സണ്ണിച്ചാൻ ഒറീസയിൽ ചെന്ന കാര്യം പറഞ്ഞല്ലോ. 83 ഇവിടുത്തെ സഭയിലെ മൂപ്പന്മാർ ഒരാളായ ക്ഷീണനായിട്ട് ആശുപത്രിയിൽ കഴിയുന്ന ഇവാനിയൽ സാറും ഞാൻ 83 പ്രിയ അജയ്കുമാർ ക്ഷത്രിയ സഹോദരന്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ജയ്പൂരിൽ പോയി താമസിക്കുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തോട് അടുക്കൽ പോരാൻ വെള്ളം കോരാൻ ഇടമില്ല. കാരണം വെള്ളം കോരിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പഞ്ചായത്ത് കിണറ്റിൽ നിന്ന് വെള്ളം കോരി, അതും രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് 4 മണിക്ക് തന്നെ ആ കാര്യമൊക്കെ സാധിച്ച് വെള്ളവും ഒറീസ നമുക്കറിയാം പോലെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഇതാണ്. ആ സ്ഥലത്ത് കർത്താവിന്റെ മഹത്വമുള്ള സാക്ഷിയായി നിൽക്കാനും അനേക നിത്യതയിലേക്ക് ആകർഷിക്കുവാനും ഈ പ്രിയ കുടുംബത്തിന് സാധിച്ചു എന്നുള്ളത് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. കർത്താവ് രക്ഷിച്ച അഗ്രഹീയരായ ഒരു കൂട്ടത്തിൽ മുഴുവനാണ് ഈ പ്രിയ അജയ്കുമാർ ക്ഷത്രിയ എന്നുള്ളത് ഞാൻ ദൈവത്തിന് അങ്ങനെ നിരവധി പ്രാപ്തരായ ഇന്ന് വളരെ ശ്രദ്ധ ചെയ്യുന്ന പ്രിയ കർത്താസൻ ഉൾപ്പെടെ അനേകര് ഇന്നിവിടെ വന്നിട്ടുണ്ട്. അവിടെയെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഒറീസയിൽ നിന്ന് വന്നിരിക്കുന്ന വേറൊരു കർത്താസിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ജയ്പൂർ അസംബ്ലി അവിടെയാണ് പ്രസംഗിച്ചാൻ ശുശ്രൂഷ ചെയ്തിരുന്നത്. ആ സഭയിലെ മൂപ്പന്മാരിൽ ഒരാളായ ഉദയ്ഘാട്ട്, please come forward and speak few words. The sun will be darkened. സൂര്യൻ അന്ധകാരമായി. The moon will not give its light. ചന്ദ്രൻ പ്രകാശം നൽകാതിരിക്കും. The stars will fall from the sky. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ താഴെ വീഴും. And the heavenly bodies will be shaken. ആകാശത്തിലെ ആകാശ സാക്ഷികൾ ഇളകും. At that time, men will see the Son of Man coming in clouds. അന്ന് മനുഷ്യപുത്രൻ മഹത്വത്തോടെ വരുന്നത് ഭൂമിയിലെ ആളുകൾ ദർശിക്കും. With great power and glory. തന്റെ മഹത്വത്തോടെ വീര്യത്തോടെ. And he will send his angels and gather his elect. അവൻ തന്റെ ദൂതന്മാരെ ഭൂമിയുടെ വിവിധ ദിക്കുകളിൽ അയച്ച് തന്റെ ജനത്തെ From the 4 winds. 4 ദിക്കുകളിൽ നിന്നും From the ends of the earth to the ends of the heavens. ഭൂമിയുടെ അറ്റം മുതൽ ആകാശത്തിന്റെ അതുവരെ തന്റെ വിശുദ്ധന്മാരെ. So, do not let your hearts be troubled. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. Trust in God. ദൈവത്തിൽ വിശ്വസിക്കുക. Trust in Jesus also. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. He says, അദ്ദേഹം നമ്മുടെ കർത്താവ് പറയുകയാണ്, I will come back ഞാൻ മടങ്ങി വരും. and take you to be with me. എന്നോടുകൂടെ നിങ്ങൾ ആയിരിക്കാൻ തക്കവണ്ണം ഞാൻ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ. We see great hope in these 2 verses. ഈ വാക്കുകളിൽ വളരെ പ്രത്യാശയുടെ ചിത്രം നമ്മുടെ മുമ്പിൽ വരയ്ക്കപ്പെടുകയാണ്. These verses are from the Bible. തിരുവെഴുത്തുകളിൽ നിന്നാണല്ലോ ഈ വാക്യങ്ങൾ നാം വായിച്ചത്. The living and working word of God. ജീവനുള്ള പ്രവർത്തനനിരതമായ ശക്തമായ
അരുളപ്പാട്. Let me tell you boldly. ഞാൻ ധൈര്യത്തോടെ രാവിലെ നിങ്ങളോട് പറയട്ടെ, Jesus is the only hope for every individual. എല്ലാ വ്യക്തികളുടെയും ഏക ആശാ കേന്ദ്രം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. For each and every family. എല്ലാ കുടുംബത്തിന്റെയും പ്രതീക്ഷ നമ്മുടെ കർത്താവ് തന്നെ. For all kinds of societies. എല്ലാ സമൂഹത്തിനും ആശ അവൻ മാത്രം. And the entire nation of the world. ലോകത്തിന്റെ സകല രാഷ്ട്രങ്ങൾക്കും അടിസ്ഥാനം. In the year 1984, we met with this all. 1984 ഞങ്ങൾ തമ്മിൽ ആദ്യമായി കണ്ടത്. Thereafter we worked together. അതിനുശേഷം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായി തീർന്നു. And we worked together. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തനത്തിൽ വ്യാപൃതരായി തീർന്നു. We climbed mountains. ഞങ്ങൾ കുന്നുകൾ ഒരുമിച്ച് കയറി. We crossed rivers. ഞങ്ങൾ നദികൾ കുറുകെ കടന്നു. We worked and we traveled miles and miles. അനേക മൈലുകൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് നടക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. To take the gospel to the unreached and remote areas of Puraput and nearby district along with local brothers. പുറാപ്പുറ്റും ചുറ്റുപാടുമുള്ള ഡിസ്ട്രിക്റ്റുകളിൽ ഇതുവരെയും സുവിശേഷം കേൾക്കാത്ത ആളുകളുടെ അടുക്കിലേക്ക് സുവിശേഷ സന്ദേശം എത്തിക്കുവാൻ നിരവധി സഹോദരന്മാരുമായിട്ട് ഞങ്ങൾ മൈലുകൾ യാത്ര ചെയ്തു. One certain people group were very receptive in those days. അന്ന് ഒരു കൂട്ടം ആളുകൾ വളരെ സുവിശേഷത്തെ ശ്രദ്ധയോടെ ശ്രമിച്ചു. So we took the advantage of it. ഞങ്ങൾ അത് ശരിക്കും മുതലെടുക്കുകയും ചെയ്തു. We were sharing the gospel to them. ഞങ്ങൾ അവരോട് സുവിശേഷം നിരന്തരം അവരോട് പറഞ്ഞു. And making them disciples of Christ. ഞങ്ങൾ അവരെ ക്രിസ്തു ശിഷ്യന്മാരാക്കി തീർത്തു. In fact, I was his introducer and interpreter. വാസ്തവത്തിൽ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതാണ്. അദ്ദേഹത്തിന്റെ ഭാഷാന്തരം നടത്തുന്നതാണ്. Like Barnabas introduced Paul with many brethren and churches, so I did. ബർന്നബാസ് സഹോദരവർഗത്തിന് ശൗലിനെ പരിചയപ്പെടുത്തിയതുപോലെ ഞാൻ I watched him closely for the entire 30 years. കഴിഞ്ഞ 30 വർഷം വളരെ സൂക്ഷ്മമായിട്ട് അദ്ദേഹത്തെ അടുത്ത് ദർശിച്ച ഒരുവനാണ് ഞാൻ. And today I witnessed he was really a blessing for many people. ഇന്ന് രാവിലെ ഞാൻ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് സാക്ഷീകരിക്കട്ടെ, നിരവധി ആളുകൾക്ക് അദ്ദേഹം ഒരു അനുഗ്രഹ വിഷയമാണ്. Not only in undivided Puraput district, that is Puraput, Malkandgiri, Navarampur and Rayagada. ഈ പേര് പറഞ്ഞ സ്ഥലങ്ങൾ Rayagada, Jaipur തുടങ്ങിയ ആ സ്ഥലങ്ങൾ But for all over the Odisha. അവിടെ മാത്രമല്ല, നിരവധി ഒറീസയുടെ ഗ്രാമങ്ങളിലും Assembly testimonies were raised. സഭാ സാക്ഷ്യം, വിശുദ്ധന്മാരുടെ സഭകളുടെ സാക്ഷ്യം അവിടെയൊക്കെ ഉണ്ടാകുവാൻ Bible schools were conducted. അവിടെയെല്ലാം ബൈബിൾ സ്കൂളുകൾ നടത്തി. He labored day and night for the ministry. സുവിശേഷത്തിന് വേണ്ടി ആത്മീയ ശുശ്രൂഷകൾക്കായിട്ട് രാപ്പകൽ അധ്വാനിച്ചു. His life became a role model for both the believers and the ministers of all denominations around. അനേക വിശ്വാസികൾക്ക് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന അനേക ക്രിസ്തീയ സമൂഹങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരു അനുഗ്രഹീത ദൈവദാസനായിട്ട് സന്നിധിയിലായിരുന്നു. As a result, many youths committed their lives for the sake of the gospel and turned into full-time workers. അദ്ദേഹത്തിന്റെ സാക്ഷ്യവും ജീവിതവും കണ്ടിട്ട് നിരവധി ചെറുപ്പക്കാര് തങ്ങളുടെ ജീവിതത്തെ സുവിശേഷത്തിന്റെ പ്രചരണത്തിനായിട്ട് സമർപ്പിച്ചു. He and his family were great help for Operation Mobilization team. ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന ടീമിന് ഈ കുടുംബം വളരെ സഹായികളായിരുന്നു. He and his family were great help for the Scripture Union's VBS ministries. Scripture Union, VBS ministries തുടങ്ങിയവർക്ക് ഇവർ വളരെ സഹായികളായിരുന്നു, പിൻബലമായിരുന്നു. He and his family were great help for USI ministries of Odisha. ഒറീസയിലെ UESI എന്ന പ്രസ്ഥാനത്തിന് ഇവർ വളരെ താങ്ങായിരുന്നു. He and his family were great help for Asakiran Society in Tampa. Asakiran Society എന്ന പ്രവർത്തനത്തിലും ഇവർ വളരെ സഹായിച്ചു. Bible Society of India, Odisha, actually. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ
ഈ കൂടുതലും പ്രവർത്തനത്തിന് വളരെ ഒരുമിച്ച് Preaching and Society of Malkangiri district. മൽക്കാനഗിരി ഡിസ്ട്രിക്റ്റിലുള്ള ആ പ്രവർത്തനത്തിനും വളരെ സഹായിക്കുന്നു. And the Odisha Brethren Movement, OBM. മാത്രമല്ല OBN എന്നുള്ള ഒറീസ ബ്രദറൻ മൂവ്മെന്റ് എന്നുള്ള ദൈവജനത്തിന്റെ സഖ്യത്തിനും ഇവർ He was extending his support to all assemblies. അനേക സഭകൾക്കെല്ലാം ഒരു പിൻബലമായിട്ട് അദ്ദേഹം Extending his support to evangelists, individuals, believers also. വ്യക്തികൾക്ക് കുടുംബങ്ങൾക്ക് സുവിശേഷ വേലക്കാർക്ക് സഹായം നൽകുന്ന ആ കൈകളുമായിട്ട് അവർ ഒരുമിച്ച് നിന്നു. And extending his support for families in different ways and means. കുടുംബങ്ങൾക്ക് വിവിധ നിലകളിൽ അവരുടെ ആവശ്യങ്ങളെ തക്ക സമയത്ത് സഹായിക്കുന്ന ഒരു സഹായിയായി ഈ കുടുംബം നിലനിന്നു. His family's hospitality will be unforgettable. ഇവരുടെ സഹോദര സ്നേഹത്തോടുള്ള അല്ലെങ്കിൽ അതിഥി സൽക്കാരം വളരെ വാസ്തവ്യമാണ്. His faithfulness and integrity will be unquestionable. അദ്ദേഹത്തിന്റെ വിശ്വാസവും വിശ്വസ്തയും വളരെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമായിട്ടില്ല. He was a good preacher. നല്ല ഒരു പ്രസംഗകൻ. He was a good Bible teacher. ദൈവവചനത്തിന്റെ നല്ല അഭ്യസനം അല്ലെങ്കിൽ അഭ്യസിപ്പിക്കുവാൻ He was a good counselor. വളരെ നല്ല ആലോചനക്കാരൻ. He was a good writer also. മാത്രമല്ല നന്നായി എഴുതുവാൻ പ്രാപ്തിയുള്ള. He added 2 books in Christian literature. ക്രിസ്തീയ സാഹിത്യത്തിൽ 2 പുസ്തകങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു. One is Acceptable Worship in English. ഒന്ന് ഇംഗ്ലീഷിൽ സ്വീകാര്യമായ ആരാധന, അതാണ് acceptable worship. Now it is available in Oriya also. അത് ഇപ്പോൾ ഒറിയ ഭാഷയിലും ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്. Another is Hand of Grace in Malayalam. മലയാളത്തിൽ കൃപയുടെ കരങ്ങൾ എന്നുള്ളത് നമുക്ക് പരിചയമുള്ള മറ്റൊരു പുസ്തകം. The song book he published in Oriya, Prasamsa Giti. പ്രശംസാ ഗീതി എന്നുള്ള ഒറിയ ഭാഷയിലുള്ള പാട്ടുകളും are being used almost all denominations in Orissa. ഈ പാട്ടുകൾ ഒറീസയിലുള്ള അനേക സമൂഹങ്ങളും പാടുന്ന സമുദായങ്ങളും പാടുന്ന പാട്ടുകൾ. We both were publishing and circulating a magazine called Asara Kirana for 7 years. അസാര കിരണ എന്നുള്ള ആ മാസിക 7 വർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പബ്ലിഷ് ചെയ്യുവാൻ ഇടയായിട്ടുണ്ട്. Let me tell you some facts about him. അദ്ദേഹത്തെ ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ. He won many souls for the Christ. കർത്താവിന് വേണ്ടി അനേക ആത്മാക്കളെ നേടിയ He baptized many believers for the church. ദൈവസഭയിലേക്ക് അനേക വിശ്വാസികളെ സ്നാനപ്പെടുത്തി അംഗങ്ങളാക്കി. He prepared many individuals for God's kingdom. ദൈവരാജ്യത്തിന് വേണ്ടി അനേക വ്യക്തികളെ അദ്ദേഹം രൂപാന്തരപ്പെടുത്തി. He solemnized many weddings for the society and the church. സമൂഹത്തിലും സഭകളിലുമുള്ള അനേക വിവാഹങ്ങൾ അദ്ദേഹം നടത്തി. He raised many assemblies testimonies for God's kingdom. ദൈവരാജ്യത്തിനായിട്ട് അനേക സഭാ സാക്ഷ്യങ്ങൾ ഉണ്ടാക്കുവാൻ ദൈവം അദ്ദേഹത്തെ. His orphanage Paniel is still attached with Christian Believers Assembly, Jaipur, with 14 children. ഇന്ന് ഈ സമിതിയുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു ഓർഫനേജ് അദ്ദേഹത്തിന്റെ ചുമതലയിലുണ്ട്. അത് നമുക്ക് ഓർക്കാം. He was known as nobleman in Jaipur town. ജയ്പൂർ ടൗണിൽ ഒരു മാന്യ വ്യക്തിയായിട്ട് അദ്ദേഹത്തെ അറിയപ്പെടുന്നു. I feel proud and honored to say a few facts about him today. രാവിലെ ഇദ്ദേഹത്തെ കുറിച്ച് സത്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ അഭിമാനം കൊള്ളുന്നു. I bring condolence messages from Christian Believers Assembly, Jaipur, and other brethren assemblies of Korapur undivided district. കൊരാപ്പൂരിലുള്ള വേർപെട്ട ദൈവസഭകളുടെയും ജയ്പൂർ അസംബ്ലിയുടെയും ആ സ്നേഹത്തിന്റെ ആശ്വാസത്തിന്റെ ആ സന്ദേശം And from many denominations and organizations. അവിടെയുള്ള നിരവധി സഭകളുടെയും സംഘടനകളുടെയും സ്മരണകൾ ഞാൻ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സാക്ഷ്യങ്ങൾ. So may the consolation of our Heavenly Father console this family with His heavenly consolation. സ്വർഗീയ പിതാവിന്റെ സ്വർഗീയ ആശ്വാസം കൊണ്ട് ഈ പ്രിയ കുടുംബത്തെ, ഈ പ്രിയപ്പെട്ടവരെ ദൈവം അധികമായിട്ട് ആശ്വസിക്കും.
Brother Sunny T. Daniel has finished his race. സണ്ണി ഡാനിയൽ തന്റെ ഓട്ടം തീർത്തു. Brother Sunny T. Daniel has finished his course. തന്റെ ദൗത്യം അദ്ദേഹം സ്തുത്യർഹമായിട്ട് നിർവഹിച്ചു. Crown is awaiting for him. കിരീടം തനിക്കായിട്ട് കാത്തിരിക്കുന്നു. But let me tell you. ഞാൻ ഒരു കാര്യം ഓർമ്മിക്കട്ടെ. What about us? നമ്മെ കുറിച്ച് പറഞ്ഞു. Thank you. എല്ലാവർക്കും നന്ദി. താങ്ക് യു. പ്രിയ സന്നിധാനന്റെ പ്രിയ കുടുംബങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. പ്രിയ പെരിഞ്ചാന്റെ വീടിന് മുറ്റത്ത് ഒരു വാഹനം തടസ്സമായിട്ട് കിടക്കുന്നു. അത് ഒന്ന് നീക്കി കൊടുക്കണം എന്ന് ഓർമ്മിച്ചിരിക്കുകയാണ്. അത് വാഹന തടസ്സമുള്ളത് നീക്കി കൊടുക്കാനായിട്ട് പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിക്കുന്നു. കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് വാക്കുകൾ പറയുവാൻ ധാരാളം പേരുകൾ ഇവിടെയുണ്ട്. സന്നിധാനന്റെ തിരുവനന്തപുരത്തുള്ള കുടുംബാംഗങ്ങളെ പ്രതിനിധീകരിച്ച് ഇപ്പോൾ ബിജു ജോൺ രണ്ടു വാക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നു. സണ്ണിച്ചാൻ ജനിച്ചത് തിരുവനന്തപുരത്താണ്. 1953 ജനിച്ച് അവിടെ PT കോശി സാറിന്റെ കുടുംബത്തിൽ നിന്നുള്ള തന്റെ മാതാവും അവിടെ ആദ്യ കാലങ്ങളിലൊക്കെ അവിടെ ജീവിച്ചെങ്കിൽ പിന്നെ തിരിച്ച് പത്തനംതിട്ടയ്ക്ക് വരികയും അതിനുശേഷം തിരിച്ച് BCom പഠിക്കുന്ന നാളുകളിൽ തിരിച്ച് ഭാഗഭാരതത്തിൽ തന്നെ വന്ന് താമസിക്കുകയും അതിനുശേഷം അവിടെ പഠനം പൂർത്തിയാക്കുന്ന സമയത്ത് 2-3 കൊല്ലം ഞങ്ങളുമായിട്ട് എന്നും ഡിന്നർ കഴിച്ച് ഷട്ടിൽ കളിച്ച് അങ്ങനെ ഒരു സൗഹൃദ ബന്ധം ഉണ്ടായ ഒരു എന്റെ ജ്യേഷ്ഠ സഹോദരന് ആദ്യകാലങ്ങളിൽ എനിക്ക് ആത്മീയ പ്രചോദനം നൽകിയ ഒരു ദേവിയാണ് എന്ന് ഞാൻ കാണുന്നത്. മാത്രമല്ല, ഞാൻ ആദ്യം സന്നിധാനെ കുറിച്ച് ഓർക്കുമ്പോൾ ശനിയാഴ്ച വൈകിട്ട് തന്റെ ആന്റി ഗ്ലോറിയുമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കുന്നുവഴി സഭയിലാണ്. എന്തിനാണ് പോകുന്നത് ചോദിച്ചാൽ പറയാമെന്ന് പറയും. അധികം ഒന്നും സംസാരിക്കുന്നില്ല. എന്നാൽ പോയത് എന്തിനാണ്? അവിടുത്തെ ജൂലി അവിടുത്തെ ഹോളെല്ലാം വൃത്തിയാക്കാനായിരുന്നു. അങ്ങനെ ഒരു സന്നദ്ധനായിട്ടുള്ള സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു സഹോദരനാണ് എനിക്കുണ്ടായിരുന്നത്. മാത്രമല്ല, ആ ദിവസങ്ങളിലൊക്കെയും ഈ മീറ്റിംഗ്സിലൊക്കെ പോകും. അതിനുശേഷം സൺഡേ 3 മണിയാകുമ്പോൾ ഞാൻ തിരിക്കും ബസ്സിൽ കയറി പോകും. ഈ മീറ്റിംഗ് 4 മണിക്കുണ്ട്. അത് ചിട്ടയായിട്ട് താൻ പോവുകയും സംബന്ധിക്കുകയും മറ്റ് സാഹചര്യങ്ങളിലൊക്കെ വരുന്ന യുവാക്കന്മാർക്കും യുവതികൾക്കും ഒക്കെയും വളരെ ഒരു എൻകറേജ്മെന്റ് ആയിട്ട് ഇരുന്ന ഒരു വ്യക്തിയാണ് സണ്ണിച്ചാൻ. മാത്രമല്ല, ഞാൻ ഓർക്കുന്നു 1980 കഴിഞ്ഞിട്ട് കോന്നി YMF ക്യാമ്പ് ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അത് കഴിഞ്ഞിട്ട് സണ്ണിച്ചാൻ വന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞു, മോനെ ഞാൻ സുശേഷത്തിലേക്ക് തിരികെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ ഒറീസയ്ക്ക് പോവാണ്. ഞാൻ ചോദിച്ചു, സണ്ണിച്ചാൻ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒക്കെ ആണെങ്കിൽ എപ്പോഴും വീട്ടിലൊക്കെ വരാമല്ലോ. അല്ല മോനെ, I have to go to Orissa. God has called me to be there in Orissa. That was something which was challenging. അതിനുശേഷം ഇന്ന് രാവിലെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ എന്റെ ഫാദർ പറഞ്ഞൊരു കാര്യം, there was something which was coinciding in his life, suffering and delight in the Lord. ഈ രണ്ട് കാര്യങ്ങളും സമ്മേളിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എത്രയോ പ്രാവശ്യം താൻ പല സന്ദർഭങ്ങളിൽ വളരെ പ്രയാസമുള്ള സന്ദർഭങ്ങളിൽ കടന്നുപോയി. ഞാൻ ബെറ്റൽ സാന്റാക്രൂസ് അസംബ്ലിയെ പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കാൻ താൻ അവിടെയും ചില നാളുകൾ അവിടെ ആയിരുന്നു. അവിടെ ഒരു പ്രഷർ കുക്കർ പൊട്ടി അവിടെ വളരെ ഒരു പ്രയാസമുള്ള സന്ദർഭത്തിൽ നിന്ന് ദൈവം വിളിച്ചു. അങ്ങനെ പല സ്ഥാനങ്ങളിൽ നിന്നും ദൈവം വിളിച്ചു. ഒറീസയിൽ ചെന്നപ്പോൾ ആക്സിഡൻസ് ഉണ്ടായി. അതിൽ നിന്നൊക്കെ ദൈവം വിളിച്ചു. ഞാൻ സേലത്തിൽ നിന്ന് വെല്ലൂർ പോയപ്പോൾ താൻ വളരെ വയലൂരിലൊക്കെ വളരെ കൂടി ജോൺസൊക്കെ കൂടി മരണത്തിന്റെ പക്കത്ത് ഇരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജിനിയെങ്കിലും തിരിച്ച് പത്തനംതിട്ട വന്ന് ഇവിടേക്ക് പ്രവർത്തിക്കുന്നു. അല്ല, തന്റെ ഉദ്ദേശം തന്റെ ആ കൺവിക്ഷനും തിരിച്ച് ഒറീസയിൽ പോയി പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനും അങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ഇന്ന് നമ്മളുടെ മുന്നിൽ കാണുന്ന എല്ലാ ആ പ്രയത്ന ഫലം അത് വളരെ
വാക്യം മാത്രം വായിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. തന്റെ വീടിന്റെ പേര് ഡേ സ്പ്രിംഗ് എന്നായിരുന്നു. ആ വാക്കുകൾ എത്രയോ അന്വർത്ഥമായിരുന്നു എന്നുള്ളത് ഞാൻ വായിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 78-ാം വാക്യം. Through the tender mercy of our God, whereby the day spring from on high has visited us, to give light to them that sit in darkness and in the shadow of death, to give our feet into the way of peace. നമ്മുടെ കർത്താവ് അങ്ങനെ വന്നു. സണ്ണിച്ചാനും അങ്ങനെ പലർക്കും ഇരുന്നവർക്ക് വെളിച്ചം പകരുവാനായിട്ട് ദൈവം തന്നെ ഉപയോഗിച്ചു. ഇങ്ങനെ പല സന്യമാരെയും ദൈവം ഇനിയും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കുടുംബത്തിന്റെയും അനുശോചന രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. നന്ദി. ഒരു വലിയ യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത പടത്തലവൻ ശത്രുക്കളെല്ലാം നിലപരിചാക്കി വിജയശ്രീലാളിതനായി വിജയക്രീഡം ഏറ്റുവാങ്ങാൻ വേണ്ടി തന്റെ രാജ്യത്തേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ആ രാജ്യത്തിന്റെ ഭരണാധികാരി നഗരത്തിന്റെ കവാടത്തിലേക്ക് ഇറങ്ങി വന്ന നെക്സ്റ്റ് കഴിഞ്ഞ 15-ാം തീയതി സന്നിധാനത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ്. മരണത്തിന് ദൂതൻ തന്നെ തണുത്ത കാര്യങ്ങളുമായിട്ട് സന്നിധാനെ സമീപിച്ചപ്പോൾ താൻ ഒട്ടും ഭയപ്പെട്ടില്ല. പുഞ്ചിരിയോടെ താൻ അതിന് വിധേയപ്പെട്ടു. കാരണം തനിക്കറിയാമായിരുന്നു താൻ എവിടേക്കാണ് പോകുന്നത് എന്ന്. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി താൻ പോയി. താൻ പ്രിയവെച്ചത് തന്റെ കർത്താവിന്റെ അടുത്ത് സ്തേഫാനോസിനെ സ്വീകരിക്കാൻ വേണ്ടി സ്വർഗം തുറന്ന് അതിന് കവാടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന നമ്മുടെ കർത്താവ് സന്നിധാനയിൽ തന്റെ കരങ്ങളിലേക്ക് മാറോട് ചേർത്തടച്ചു. ഇന്ന് ലുക്കീമിയയില്ലാത്ത, ബോൺ ക്യാൻസറില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത സന്തോഷത്തിന് അനുഭവത്തിൽ തന്നായിരിക്കും. വൈദ്യസഭയിൽ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ സന്നിധാന അനുജന്മാരായ ഞങ്ങൾക്ക് ദൈവം അനുകരിക്കാവുന്ന ഒട്ടേറെ മാതൃകകൾ ഇവിടെ വെച്ചിട്ടാണ് പോയത്. എനിക്ക് ഓർക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തന്റെ ബോധ്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ തന്നെ ആരോടും പകയില്ലാതെ, പരിഭവമില്ലാതെ, വിദ്വേഷമില്ലാതെ സ്നേഹം മാത്രം പ്രകടിപ്പിച്ച ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു അദ്ദേഹം. നമ്മുടെ കയ്യിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുണ്ട്. അതിന്റെ 1-ാമത്തെ നാളിൽ സണ്ണിച്ചാന്റെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. സണ്ണിച്ചാന്റെ ചിരി ഇത്ര മാത്രമേ ഉള്ളൂ. ഒരിക്കലും താൻ പൊട്ടിച്ചിരിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ നാം ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ദൈവകൃപയുടെ അസാധാരണമായ ഒരു കവിഞ്ഞൊഴുക്ക് നമുക്ക് കണ്ണുകളിൽ കാണാൻ കഴിയും. വളരെ നിഷ്കളങ്കമായ ഒരു ചിരി, അകലംകിതമായ സ്നേഹം ഒക്കെയും നിരന്തരം താൻ കാത്തു പെരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് താൻ കൈമാറിയ ഒരു മാതൃക അതാണ്. മറ്റൊരു കാര്യമാണ് ഞാൻ ഓർമ്മിക്കട്ടെ, താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അസംഖ്യമാണ്. വളരെ ഭാഗികമായ റിസൾട്ട് മാത്രമാണ് നാം അവിടെ കണ്ടത്. നിത്യത മാത്രമേ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയുള്ളൂ. ചെയ്ത കാര്യങ്ങൾ വളരെയധികമാണെങ്കിലും അതിലൊന്നും യാതൊരുവിധമായ പബ്ലിസിറ്റിയും ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നില്ല. തന്റെ ജീവിതാനുഭവങ്ങൾ തന്നെ തന്നെ ഒതുങ്ങി നിൽക്കട്ടെ എന്നുള്ള ചിന്താഗതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ രോഗ ആ ബാധ അതിന് സൗഖ്യം ലഭിച്ചതിന് ശേഷം ആ അനുഭവങ്ങളൊന്ന് കുറിച്ചു വെക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി. ആദ്യം അദ്ദേഹം അല്പം വിമുഖത കാണിച്ചെങ്കിലും പിന്നീട് അത് എഴുതുകയുണ്ടായി. പുസ്തകം എഡിറ്റ് ചെയ്യാൻ വേണ്ടി എന്റെ കയ്യിൽ അത് ഏൽപ്പിച്ചു. ഞാൻ എഡിറ്റ് ചെയ്ത് മടക്കി കൊടുത്തപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്ത് തലക്കെട്ടി പുസ്തകത്തിൽ നൽകണം? പ്രിയ സണ്ണിച്ചാന്റെയും എന്റെയും ഒക്കെ ഒരു അധ്യാപകൻ, പത്തനംതിട്ട കാത്തലിക് കോളേജിലെ അധ്യാപകൻ ആ സമയത്ത് സമാനമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയും അദ്ദേഹം ഒരു പുസ്തകം എഴുതുകയും ചെയ്യും. ആ പുസ്തകത്തിന്റെ പേര് കരുണയുടെ പാണികളിൽ എന്നായിരുന്നു. അത് മനസ്സിലുണ്ടാകാൻ വേണ്ടി സണ്ണിച്ചാനെ ചോദിച്ചു, കൃപയുടെ കരങ്ങളിൽ എന്ന് നമുക്ക് പേരിട്ടാലും സണ്ണിച്ചാനോട് തന്നെ അത് അംഗീകരിച്ചു. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും കവർ ഡിസൈൻ ചെയ്യേണ്ട നിർദ്ദേശമുണ്ടോ? എന്തെങ്കിലും ചെയ്തോളൂ എന്ന് ആദ്യം അദ്ദേഹം പറഞ്ഞു. എന്നാൽ പിറ്റേ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്കൊരു അഭിപ്രായമുണ്ട്. ഒരു കുശവന്റെ കയ്യിൽ കളിമണ്ണ്, ആ കളിമണ്ണ് അതിവേഗത്തിൽ ചക്രം കറങ്ങുന്നു, ഒരു കലം രൂപം കൊള്ളുന്നു. അങ്ങനെ ഒരു ചിത്രം നൽകിയാലോ? പ്രിയ സണ്ണിച്ചാന്റെ ജീവിതത്തിന്റെ രംഗ ചുരുങ്ങുന്നതായി ദൈവകൃപയുടെ കരങ്ങളിലായിരുന്നു അദ്ദേഹം എല്ലാ കാലത്തും. ആ നല്ല കുശവന്റെ കയ്യിൽ ഏറ്റവും അനുയോജ്യമായ ഒരു പാത്രമാണ്. ഞങ്ങൾ ആ സമയത്ത് അനുഭവം പങ്കുവച്ചു. വളരെ വേഗത്തിൽ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുശവന്റെ കൈ കളിമണ്ണിനെ നല്ല കലമാക്കി രൂപപ്പെടുത്തി. കലം രൂപം കൊണ്ടതിന് ശേഷവും ആ ചക്രത്തിന്റെ കറക്കുന്നില്ല. കുശവന്റെ കയ്യിലെ നഖത്തിൽ ഒരു മൂർച്ച ഉള്ള നഖം ഉണ്ടായിരുന്നു. അദ്ദേഹം മൂർച്ചയുള്ള നഖം കൊണ്ട് ആ കലത്തിന്റെ ചില ഭാഗങ്ങൾ അടർത്തി വിട്ടുകൊണ്ടിരുന്നു. കാണുന്നവർക്ക് ഒരു പക്ഷേ അരോചകം തോന്നും, എന്തുകൊണ്ട് ഈ സുന്ദരമായ കലത്തിന് വേദന നൽകുന്ന ഈ കഷ്ണം അടർത്തി മാറ്റുന്ന ഒരു കുശവൻ
എന്നാൽ ചക്രത്തിന്റെ കറക്കം നിലച്ചപ്പോഴാണ് മനസ്സിലായത് മനോഹരമായ ഒരു ഡിസൈൻ ആ കാലത്തിൽ രൂപപ്പെട്ടു. ഡിസൈന്റെ ജീവിതത്തിൽ ചില കഷ്ണങ്ങൾ അടർന്നു മാറി, അല്ലെങ്കിൽ വേദനാജനകമായ പല അനുഭവങ്ങളുണ്ടായി. എന്നാൽ അതൊക്കെയും കൃപയുടെ കരങ്ങളിൽ വിധേയനായിരുന്ന ആ ദേവദാസനെ ദൈവം ഏറ്റവും അനുയോജ്യമായി സുന്ദരനാക്കി ആത്മീയമായി ഏറ്റവും സൗന്ദര്യമുള്ളവരായി തീർക്കാൻ വേണ്ടിയുള്ള അനുഭവങ്ങളായിരുന്നു. ആ അനുഭവങ്ങളൊക്കെയും ശരിയായ നിലയിൽ ആസ്വദിക്കുവാൻ എനിക്ക് അദ്ദേഹത്തിന് സാധിച്ചു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം അദ്ദേഹത്തെ ഏൽപ്പിച്ച് എല്ലാ ദൗത്യവും പൂർത്തിയാക്കിയിട്ടാണ്, ചെറ്റലസ്റ്റായി എന്ന് പറഞ്ഞിട്ടാണ്, സകല നിവൃത്തിയായി പറഞ്ഞിട്ടാണ് താൻ ഇവിടെ നിന്നും മടങ്ങി പോകുന്നത്. അദ്ദേഹവുമായി വളരെ ആത്മീയമായ അടുത്ത ബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ എന്റെ അനന്തരവൻ അദ്ദേഹത്തിന്റെ ഇളയ മകളെ വിവാഹം ചെയ്തതിലൂടെ ഒരു കുടുംബ ബന്ധവും ഞങ്ങൾക്കുണ്ടായി. അങ്ങനെ കൂടുതൽ ആസ്വദിക്കുവാൻ ഞങ്ങൾക്കിടയായി. പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. സകല ബുദ്ധിയും കഴിയുന്ന ദൈവിക സമാധാനത പ്രിയപ്പെട്ടവർ ഹൃദയത്തെ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പറയാതിരിക്കാൻ നിവർത്തിയില്ല. ക്ലോക്കിലെ സമയം അനുസരിച്ച് ഇനി 20 മിനിറ്റ് അവശേഷിക്കുന്നു. പക്ഷേ എൻ്റെ പ്രോഗ്രാം ഷീറ്റിനനുസരിച്ച് ഏകദേശം 1 മണിക്കൂറിലെ സമയം എടുക്കത്തക്ക പ്രോഗ്രാമാണ് എൻ്റെ കയ്യിലുള്ളത്. അനുസ്മരണം പറയുമ്പോൾ അത് പ്രത്യേകം ഓർക്കുക. ഇനിയും അല്ലെങ്കിൽ അത് പിന്നെയും വർക്കുകയും സമയം ചുരുക്കാൻ നിർബന്ധിക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ അനേകരും ക്ഷീണിതരും ജോലികളുമാണല്ലോ. ഇപ്പോൾ സണിച്ചാൻ്റെ രണ്ടാമത്തെ ബേസിൽ ചില വാക്കുകൾ നമുക്ക് തൊട്ടടുത്ത വീട്ടിൽ പിടിയപ്പറമ്പിലെ വീടിന്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന KL03 32 and 33 ബ്ലാക്ക് ബാഗ്, ആ വാഹനം അവിടെ നിന്ന് മാറ്റി കൊടുക്കണം എന്ന് നിങ്ങളുടെ ആരുടെയാണ് ആ വാഹനമെങ്കിൽ KL03 32 ബ്ലാക്ക് ബാഗ്. Please take it from there. It's a disturbance. Now, I'm sorry. Basic. സമയം വളരെ ഇല്ലാത്തതുകൊണ്ട് ഇനിയുമുള്ളത് ഭാഷാന്തരം ചെയ്യേണ്ട എന്ന് രോഹിച്ചാറ്റിനെ ഓർമ്മിച്ചിട്ടുണ്ട്. ബേസിൽ ഇംഗ്ലീഷിൽ തന്നെ പറയും. I've been tasked with the responsibility to speak on behalf of the children, and it puts us in some ways also. But before I start on what we as a family have to say, I would like to read a small article written by author. It was titled "My Journey with God." It's not been published, but I would like to take this opportunity to read Sister Trudy article. The article is titled "My Journey with God." Journey with God is an experience initiated from God along with God. Hebrews 11 gives a list of many who journey with God. The experience of different people differ, but they never quit. Abraham did not get sent of land that was promised to him, but lived along with his grandchildren in the temple. The experience of faith, trust, love, hope, and knowing God more and more, and all this is knowing ourselves better. This is one of the experiences of journey with God. Journey with God becomes more enjoyable when it is through the valley of shadow of death. This enables us to understand more of the protection, love, and care of our shepherd, as well as the comfort of his presence. As we journey with him, we know him more, and know ourselves more. But for some, such values of life is a poison. For it is a message of the cross. For Paul, this message brought death to all the members of his body, and Christ became his life. For Habakkuk, he changed his questions of doubt and negative attitude to songs of faith, new life, and praise in all the opposite situations. As we have already seen in this journey with God, we know him more along with knowing ourselves more. In this journey, we get many things invested in us by God. Thus, the total of our life will be what the Lord invested in us. As he invests in us, he gets reinvested in others who are our family, assembly,
today is not a goodbye. Today, we are gathered just to say, we'll see you soon. We will miss you in the short time that we have in this world, but we know one day soon we'll meet again. We could not have asked for a better father, a devoted and a loving husband, and a wonderful Christian. A man who lived by his Christian principles and did not compromise on them. He gave more than 30 years of his life in a mission field, so far away from the comforts of his home and career, after leaving a good job in life. God used Papa mightily in Orissa, influencing the lives of many and leading many more to become saving knowledge for God and our Savior. There are three qualities in Papa's character which influence us as children. Firstly, Papa had a very good sense of humor. He had a lighter way of looking at the obstacles in life. We strongly believe this is because of his unwavering belief or trust that God is in control. Secondly, his attitude towards money. Being an accountant, he showed us how to be faithful for every single rupee that God gave him. Thirdly, his active lifestyle. We can't remember a time Papa sat and relaxed doing nothing. Before cancer weekend, I remember thinking that he had more stamina than most young men. He could and he would walk for many miles and most of it through hills and jungles when reaching villages that were deep inland. Please the Lord that Papa should now see the one for whom he dedicated his life. As someone once said, death is nothing but a goodbye and a hello. Now Papa has said hello to God and is now in the presence of our Lord Jesus, the saints and many millions of angels. Papa desired and prayed that his children should be living for God, as for God's plan and purpose. So we request all of you to uphold us in your prayers that we may continue to walk in the way of the Lord and live a life pleasing to God. Goodbye, Papa. You will always live on in our hearts, and we look forward to the day we can say hello again. I would like to close with a small snippet of a small note which Mommy found in Papa's book just yesterday. Papa used to scribble a lot of small notes and special thoughts that he had when he was meditating, and Mommy found one of those notes. It's written in Malayalam. രണ്ട് പ്രാവശ്യം രോഗം ഉണ്ടാകാൻ എന്താണ് കാരണം? It's a question. He's writing. ഉത്തരം. രണ്ട് പ്രാവശ്യം ദൈവം അറിയാതെ അല്ല രോഗം ഉണ്ടായത്. രണ്ട് പ്രാവശ്യവും ദൈവം അനുവദിക്കാതെ അല്ല രോഗം ഉണ്ടായത്. ഓരോ പ്രാവശ്യവും രോഗം ഉണ്ടായത് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. Each time he takes care of the long process and procedures of treatment, he is with us. Basic purpose. Loving contributions. Scholars. അനുഗ്രഹീതരായ മൂന്ന് മക്കളെ അവർക്ക് മൂത്തവർക്ക് രണ്ടുപേർക്കും കുടുംബജീവിതവും നൽകി ദൈവം ആ കുടുംബത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ വർഗീസ് ഫിലിപ്സ് when few of us friends wanted to start a medical work in Orissa, the first place that we went was Jaipur. We had heard about Sunny Daniel and family, and it was a totally new experience for us. The kind of support he gave in the development of Asha Kiran Hospital. He was a strong pillar in every decision that we took. In fact, he was one of the founding members of the Society of Asha Kiran. And I can confidently say that we would not have progressed
thus far without the support that we received from Brother Sunny and Amama and family. It was a tremendous support. We will never forget. When I think about Brother Sunny, three things come to my mind. Three of his characters. One of his character that strikes anybody who deals with him is his passion for God and God's kingdom. That is seen through in all his words, in his interactions, in the way he deals with money, in the way he deals with people. His passion for God, tremendous. Second, his open home. Both Brother Sunny and Amama had a very open home. In fact, when we first went with families, we were eating in their house for many days. And whenever they would make something good in their house, they would send it across to us. Because first few months we were staying in Jaipur, learning the language. Then he would give his bike for us to go and conduct clinics or travel here or there. Then when he got a jeep, he gave that to us to use for the ministry of God. How can one person be so open with his resources, so open with his home, except in the belief that we are all working towards the kingdom of God? The third characteristic that I see in him is perseverance. He persevered and persevered and persevered. When first cancer struck, anybody would go back and lead a easy life, but not him. He went back, served again. When he went through major surgery, again he went back to serve. Then when there were riots and there were a lot of problems in Jaipur and Mama and children had to run away from there, but still he went back. And now he kept going back and persevered. And through all this, I want to say to the family and to each one of you that here is a man of God who lived not a vain life, but a man who lived and modeled Christ. And he became Christ to many of us in the sense that through his suffering, he brought salvation to many and life to the Gentiles. Thank you. കർത്തസേവ ചെയ്യുന്നവർ ധാരാളം കാര്യങ്ങൾ ഇന്നിവിടെ വരാൻ കഴിയാത്ത ഒരു റഫ്ലാസിനാണ് സുവിശേഷൻ KM പോൾ. അദ്ദേഹം വളരെ രോഗബാധിതനായി നെല്ലൂർ ആശുപത്രിയിൽ കഴിയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ചില വാക്കുകൾ പറയുവാനായിട്ട് മിസ് റുബാക്കി ജോർജിനെ ക്ഷണിക്കുന്നു. വളരെ കുറച്ച് വാക്കുകൾ പറയാൻ ശ്രദ്ധിക്കുന്നു. എൻ്റെ അവസരം തന്ന പ്രിയപ്പെട്ടവരോട് അറിയിക്കുന്നു. എൻ്റെ സ്ഥാനത്തെ സഹോദരൻ ഓർമ്മിച്ചതുപോലെ എൻ്റെ സഹോദരൻ്റെ ഭർത്താവ് KM പോളാണ് ഇവിടെ നിൽക്കേണ്ടത്. എന്നാൽ അദ്ദേഹവും ക്യാൻസർ രോഗത്താൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ഇപ്പോൾ വെല്ലൂർ ഹോസ്പിറ്റലിൽ കീമോതെറാപ്പി ചെയ്ത് അവിടെ ആയിരിക്കണമെന്നുകൊണ്ട് എനിക്ക് കടന്നു വരുവാൻ സാധിച്ചില്ല. എന്നാൽ പ്രിയ സഹോദരന് വെല്ലൂർ വെച്ച് പ്രിയ സഹോദരന് യാത്ര പോകാനിടയായെങ്കിലും പറഞ്ഞ് എനിക്ക് വേണ്ടി വാക്കത്തിൽ ഇവിടെ പറയണമെന്ന് എന്നോടുകൊണ്ട് നിർബന്ധമായിട്ട് പറഞ്ഞുകൊണ്ടാണ് പ്രിയ സഹോദരനോട് ഞാൻ അവസരം ചോദിച്ചത്. എൻ്റെ സഹോദരികൾ അല്ലെങ്കിൽ KM സഹോദരിയോട് ചുവടിലുള്ള ഭവനത്തിലായിരിക്കുമ്പോൾ പ്രിയ സഹോദരൻ ചെന്ന ശേഷം തൻ്റെ ഭവനത്തിൻ്റെ താക്കോല് പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച ശേഷം അവരെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഒറീസയിലേക്ക് അയച്ച സന്ദർഭം വേലക്കായിട്ട് കടന്നു പോകുമ്പോൾ ആ ഭവനമാണ് ആദ്യമായിട്ട് പ്രിയ പോളിനും ജെസ്സിക്കും തുറന്നു കൊടുക്കാനുണ്ടായത്. അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷം അവരെ ഇവിടുന്ന് മാറി സുനവട എന്ന സ്ഥലത്തേക്ക് മാറി. ഈ സ്ഥലവും ആ സ്ഥലം ജയപൂരുമായിട്ട് 45 കിലോമീറ്റർ ദൂരം വ്യത്യാസമുണ്ട്. അവിടെ പ്രവർത്തിക്കുവാനിടയായി അവര് ഈ നാൾ വരെയും ഒരുമിച്ച് അവിടെ സഹകരിച്ച് പ്രവർത്തിക്കുവാൻ അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവനാമത്തിനായിട്ട് പ്രവർത്തിപ്പാൻ ദൈവോടെ ധാരാളമായിട്ട് സഹായിച്ചു.
പ്രിയ സഹോദരൻ കയമ്പോട് രോഗിയായിട്ട് ഒരു ആശുപത്രിയിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് പ്രിയ സഹോദരനും സണ്ണിയും നാട്ടിലേക്ക് കടന്നു വന്നു. അദ്ദേഹം തിരിച്ച് കയമ്പോടിനെ കാണാനായിട്ട് പോയി തിരികെ നാട്ടിൽ വന്ന് തിരിച്ച് ഒറീസയിലേക്ക് പോകുമ്പോഴാണ് പ്രിയ സഹോദരനും രോഗബാധിതനാണെന്നുള്ള വിവരം പറഞ്ഞ് വലിയൊരു അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം. പ്രിയപ്പെട്ടവർ രണ്ടുപേരോട് വലിയവരായിരുന്നു. എന്നാൽ പ്രിയ സഹോദരന് ഈ രീതിയിലാണ് ദൈവത്തിലുള്ള പ്രസാദം. എൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വലിയതാണല്ലോ എത്തിക്കൊള്ളുവാൻ പ്രിയ സഹോദരന് വളരെ ധീരനായ ഒരു പോരാളിയായിരുന്നു എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമാണ്. കർത്താവിന്റെ പ്രവർത്തനത്തിൽ വളരെ ധീരമായി പോരാടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പോലീസിനെ കുറിച്ച് കണ്ടിട്ടുള്ളവർക്കും അറിയാം, അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ ഒക്കെയാണ്. എനിക്ക് പ്രത്യേക ഒരു സംഭവം കൂടെ ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ ചെന്നതാണ്. 2000 സുവിശേഷ ബാലസംഘത്തിന്റെ ഒരു പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക മീറ്റിംഗ് അവിടെ ക്രമീകരിച്ചു. സഹോദരൻ കയമ്പോളും സണ്ണിയും എല്ലാവരും ചേർന്ന് ചെയ്യുന്ന ആ ശുശ്രൂഷയിൽ ഇവിടെ നിന്ന് സഹോദരന്മാരായ എബ്രഹാം തോമസ് കൊച്ചി, എബ്രഹാം തോമസ് കൊല്ലാട് ഞാനുമായിട്ട് കടന്നുപോയിരുന്നു. ആ മീറ്റിംഗ് വളരെ അനുഗ്രഹമായിട്ട് നടന്നു. അവസാന ദിവസം ആ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ഇവരെ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി. കയമ്പോളുടെ വാഹനം ഓടിച്ചുകൊണ്ട് ഡ്രൈവർ പോകുമ്പോൾ ആക്സിഡന്റിൽ ഒരു കുട്ടി മരിച്ചു. അത് വളരെ റിമോട്ട് ഏരിയയിലുള്ള തൊയ്യാക്കൂട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു വില്ലേജിൽ നിന്ന് കടന്നു വന്ന ഒരു കുട്ടിയായിരുന്നു. 18 വയസ്സ് പ്രായമുണ്ടായിരുന്നു. മറ്റു പലർക്കും പരിക്കുമില്ല. എന്നാൽ ഈ വില്ലേജിലേക്ക് കുട്ടിയുമായിട്ട് കടന്നു പോകണം, ഈ കുട്ടിയുടെ ശരീരമായിട്ട് കടന്നു പോകണം. വളരെ പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എങ്ങനെയാണ് മുന്നോട്ട് കാര്യങ്ങളുള്ളത്? ഡിസംബറിലാണ്, വളരെ തണുപ്പുള്ള രാത്രിയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ തന്നെ വളരെ ധൈര്യത്തോടെ പ്രിയ സഹോദരൻ സഹോദരൻ ഈ പെൺകുട്ടിയുടെ കൂടിയുമായിട്ട് എൻ്റെ വാഹനത്തിൽ ആ വില്ലേജിലേക്ക് കടന്നുപോയ സംഭവം എൻ്റെ സ്മരണയിൽ ഇന്ന് നിൽക്കുന്നു. ഞങ്ങളോട് കടന്നു വരാം, വേണ്ട, നിങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വില്ലേജേഴ്സ് ചിലപ്പോൾ വളരെ രൂക്ഷമായിട്ട് പെരുമാറിയിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ആരും കടന്നു വരണ്ട, ഞാൻ തന്നെ ഒപ്പുള്ളതാണ്. തനിയെ ആ ബോഡിയുമായിട്ട് പോയ സന്ദർഭം എൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും മായാത്ത ഒരു സംഭവമാണ്. വളരെ ധൈര്യശാലിയായി കടന്നുപോയി. അവിടെ വളരെ വില്ലേജേഴ്സ് തനിക്കെതിരായിട്ട് നിന്നുകൊണ്ടെങ്കിലും തൻ്റെ വാഹനത്തിലേക്ക് അതുകൊണ്ട് അവരൊക്കെ പിരിഞ്ഞുപോയി. ആരുമില്ലാത്ത സമയത്ത് താൻ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുവാനും തുടർന്നുള്ള ശുശ്രൂഷകൾ തീർക്കുവാനുമായിട്ടിടയായി ഇന്ന് ആ സ്ഥലത്ത് ഒരു കുടിവരവ് ഉണ്ടായിരിക്കുന്നത് മനസ്സിലാക്കുന്നതായി. ആ രീതിയിൽ വളരെ ധീരമായിട്ട് കഴിഞ്ഞുള്ളതിൽ കർത്താവിന്റെ ബോധപ്രാർത്ഥന ശുശ്രൂഷയിലായിരുന്നു ഈ ദാസനെ അവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുടുംബത്തോട് വളരെ നന്ദിയുള്ളവരായിരിക്കുന്നു. ദൈവം അവരെ ധാരാളമായിട്ട് ആശ്വസിപ്പിക്കട്ടെ. പ്രിയ സഹോദരനെയും കുഞ്ഞുങ്ങളുടെ സഹോദരിയെയും കുഞ്ഞുങ്ങളെയും പ്രിയ പോളിന്റെയും കുടുംബത്തിനെയും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം സഭയുടെ നന്ദി അറിയിക്കുന്നു. എന്റെയും സ്നേഹം അറിയിക്കുന്നു. പ്രാർത്ഥന നിങ്ങളെ ഓർക്കുന്നു. ദൈവം സകല ബുദ്ധിയും ദൈവം നിങ്ങളുടെ സമാധാനം കൊണ്ട് നൽകട്ടെ എന്ന് ആശ്വാസിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് ഞാൻ ഓർമ്മിക്കുന്നു. ദൈവം